Hello everyone, welcome back to Easy Snacks. നമ്മൾ ഇന്ന് Easy Snacksലെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ബീഫ് സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഷസിന്റെ ഒരു പ്ലേലിസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ക്രിസ്മസ് മെനു ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായ ക്രിസ്മസ് ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ക്രിസ്മസ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ വീട്ടിൽ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക. നമുക്കപ്പോൾ വേഗം തന്നെ കിച്ചണിൽ പോയിട്ട് എങ്ങനെയാണ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് കേരള സ്റ്റൈല് ബീഫ് സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 200 ഗ്രാം ബീഫ് ഉണ്ട്. ഇതിട്ട് കൊടുക്കാം. ബീഫിലോട്ട് ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, 6 ഏലക്കായ, 2 ബേ ലീഫ്, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 10 മണിയോളം കുരുമുളകിൻ്റെ മുഴുവനായിട്ടുള്ള അല്ലിട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സ്റ്റൂ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. കേരള ബീഫ് സ്റ്റൂവിന് എപ്പോഴും ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ ഒരു 3 വിസിലടിക്കണം. അത് ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ തീ കുറച്ചിട്ട് ഒരു 4 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ. 4 വിസിലടിച്ച് നമ്മുടെ ബീഫ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ബീഫ് ഇപ്പോൾ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ചെറിയ ഉരുളക്കിഴങ്ങുണ്ട്. അതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ക്യാരറ്റാണ് ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കുന്ന വരെ വേവിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട്. അത് 2 സ്റ്റീം വന്നു കഴിയുമ്പോഴേക്കും എയർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് മുമ്പ് തന്നെ എയർ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് അത്രയും ടൈം വെയിറ്റ്. നമ്മളിട്ട ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഗ്യാസ് വെച്ച് കൊടുക്കാം. പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് കോക്കനട്ട് ഓയിലാണ് കേട്ടോ കുറച്ച് നല്ലത് നമ്മുടെ സാധാ ഓയിലിനേക്കാളും. ടേസ്റ്റ് വൈസ് അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ പാനിൽ വെച്ചിരുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചോട്ടെ. ഒരല്പം കുറച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുക. അല്ലെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ അകത്തൊന്നും ഫ്രൈ ആവത്തില്ല, പുറത്ത് മാത്രം ബ്രൗൺ കളറായിട്ട് വരും. നമ്മളിത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തോട്ട് കോരി മാറ്റാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചത് ഇതിട്ട് കൊടുക്കാം. ഒത്തിരി സവാള വേണ്ട, കുറച്ച് മതി. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 8 പച്ചമുളക് നടുകെ മുറിച്ചതാണ് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ നിങ്ങളുടെ എരിവിന് എന്തോരം പച്ചമുളക് ആവശ്യമുണ്ട് അത്ര ഇടണം. എൻ്റെ പച്ചമുളക് ഇപ്പം അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിച്ചത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1-2 ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ സവാള ചേർത്തത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മൈദയാണ് ഇതിട്ട് കൊടുക്കാം. മൈദ വേണ്ടാത്തവർക്ക് കോൺഫ്ലവർ കലക്കിയിട്ട് അതിൻ്റെ വെള്ളവും ചേർക്കാം. ട്രഡീഷണലായിട്ട് വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ സാധാരണ മൈദപ്പൊടിയാണ് ചേർക്കാൻ കണ്ടേക്കുന്നത്. ഇനി അത് വേണ്ടാത്തവർക്ക് കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീഫിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്താൽ മാത്രം നമ്മുടെ ഗ്രേവിക്ക് ആ ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തോരം നമ്മൾ തിളപ്പിച്ചാലും എന്തോരം വറ്റിച്ചെടുത്താലും ആ ഒരു തിക്നെസ് ഉണ്ടാകത്തില്ല. ഞാനൊരു 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള പാലല്ല, ഞാൻ തേങ്ങാപ്പാൽ പൊടി കലക്കിയതാണ്. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള പാൽ എടുക്കുകയാണെങ്കിൽ തനിപ്പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് അപ്പം ചെയ്യാം, പത്തിരി ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാറ്. അപ്പത്തിൻ്റെ ഒപ്പമാണ് സാധാരണ യൂഷ്വലായിട്ട് എല്ലാവരും കഴിക്കാറ്. പിന്നെ ബീഫിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മട്ടനും ചിക്കനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ സ്റ്റൂ ഇപ്പോൾ തിളച്ചുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോകളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ പ്രാവശ്യം ക്രിസ്മസിന്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഇതേപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ.